ഇവിടെ ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ അല്ലേ ഫ്രണ്ടിൽ കാണുന്നു. എൻ്റെ ചേട്ടൻ ഇവിടെ ഒരുപാട് നാളുണ്ടായിരുന്നു. എല്ലാവരും ട്രെയിനിങ്ങിനും എല്ലാം വരുന്ന ഇവിടെയാണ്. ചേട്ടൻ 4 വർഷം ഇവിടെ ഈ കോളേജിൽ റൈറ്റ് സൈഡ് കണ്ടോ? അതെ, അവരുടെ ചെയർമാനൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ ഫ്ലാറ്റ് എല്ലാം ഉണ്ട്. അവിടെ സ്റ്റാഫിനോട് എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ട് അവർക്ക് അല്ലേ. അവിടെ സ്റ്റാഫെല്ലാം ഇവിടെ താമസിക്കാണ്ട് അവർക്ക് മറ്റേ ഫ്ലാറ്റും ക്വാർട്ടേഴ്സും എല്ലാം ഇവിടെ തന്നെ. ശരി. ബാങ്ക് ജംഗ്ഷൻ. ഇത് കേരളത്തിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണോ അതോ മൊത്തത്തിലാണോ? ഫെഡറൽ ബാങ്ക് കേരളത്തിലെ ബാങ്കാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, അവർ പക്ഷേ അവർക്ക് ബ്രാഞ്ചുകൾ ബോംബെയിലും എല്ലാ സ്റ്റേറ്റിലും മദ്രാസിലും എല്ലാം ഉണ്ട്. പക്ഷേ ഹെഡ് ഓഫീസ് ഇവിടെ. ഈവൻ ആസാമിലും എല്ലാം ഉണ്ട്. എൻ്റെ ചേട്ടൻ ആസാമിലൊക്കെ ഇരുന്നു. ഇത് പ്രൈവറ്റ് കമ്പനിയാണോ? കാത്തലിക് സെറിയം ബാങ്ക് പോലെ ഇതെല്ലാം സ്കെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയും. പക്ഷേ ഇതെല്ലാം RBIയുടെ ഇതിൽ കൂടെ. മറ്റേ ഷെയറൊക്കെ വിറ്റ് പോയിരിക്കുന്ന. അത് തന്നെ. നേരത്തെ മുഴുവൻ അവരുടെ സ്വന്തം ഒരു ഗ്രൂപ്പിൻ്റെ ആയിരുന്നു. ഇപ്പം ഷെയർ പബ്ലിക്കിനും കൊടുത്തിട്ടുണ്ട്. ഷെയർ കൂടുതലുള്ളവൻ ചെയർമാനാവും. ഇപ്പം യൂസഫ് അലിയൊക്കെ ഇതിൻ്റെ വലിയ ഹോൾഡേഴ്സാണ്. അപ്പം ഡയറക്ടർ ബോർഡിലുള്ള ഒരാൾ ചെയർമാനാകും. മിക്കവാറും RBI എന്നൊക്കെ പറയാം, അപ്രൂവൽ വേണം അതിൻ്റെ. മിക്കവാറും ഒക്കെ മറ്റ് ബാങ്കുകളിൽ ജോലി ചെയ്ത വലിയ വലിയ സീനിയർ പൊസിഷനുള്ള ആൾക്കാരെ വരുത്തും. ഇവരുടെ ഇന്റേണലി പൊക്കിയെടുക്കാൻ പ്രയാസമാണ്. പൈസ ഉള്ളവന്റെ ആളായിട്ട് അവൻ ചെയർമാനായിട്ട്. അതെ. പണ്ടൊരു KP ഹോർമിസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരുപാട് നാൾ അദ്ദേഹം തെങ്ങ കിടക്കുന്ന പോലെ തന്നെ കൊലയാക്കി വെച്ചേക്കല്ലേ. ഞാനവിടെ ചേച്ചി ഉറങ്ങുമായിരുന്നു. അവിടെ ദ്വൈതാശ്രമം. കാലടിയില്ല, ആശ്രമം കാലടിയില്ല. ഈ യേശു ക്രിസ്തു ആണോ? ഇത് മാതാവിൻ്റെ പള്ളിയാണോ അതല്ലേ? ഇത്തിരി ജൂനിയർ ആയിട്ടുള്ള മാതാവിപ്പള്ളി, ആലുവ. ഫ്രാൻസിസ് സേവ്യർ വന്നിട്ട് എല്ലാ സ്കൂളാണ്. എന്നിട്ടാ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നല്ലേ. പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് താമസിക്കാം. ആലുവ വലിയ സിറ്റിയാ. നമ്മളതിൻ്റെ ഒരു സൈഡിൽ കൂടെ മെയിൻ ടൗണിൽ കൂടെ കയറി നല്ലില്ലെന്നുള്ളേ ഉള്ളൂ. അതായത് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇരിക്കുന്നതോടെ ആണെങ്കിൽ അപ്പുറത്തുനിന്ന് കയറിയ റെയിൽവേ സ്റ്റേഷൻ്റെ കയറി വരണം. പഴയ ബ്ലോക്ക് ആയിരിക്കും. മുകളിലായിട്ടാണ് സൈഡ് പൊട്ടിങ്ങനെ കുന്ന് ഫുള്ള് ഇങ്ങനെ സിറ്റി കിടക്കുക. താഴെ ഇങ്ങനെ കയറി താഴെ ചെന്ന് അവിടെ പെയ്യാറ്. ഈ റോഡ് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അങ്ങോട്ട് ചെല്ലുന്നു. പിന്നെ ഇതിലെ എന്നിട്ട് നമുക്ക് അവിടെ ഹൈവേ ചെന്ന് കയറായില്ല പോയത്. മനസ്സിലായി. ഒരു കുറേ ഏറിയ ഫുള്ളുണ്ട് ഈ ആലുവ ടൗൺ. നമ്മൾ സൈഡിൽ കൂടെ മാത്രമാണ് പോകുന്നത്. എത്ര മണി? 10 മിനിറ്റ്.
ഇടതുവശത്തെ കള്ളൻ സിനിമ തിയേറ്ററാണ് അത്. പഴയ ആലുവയിലെ പഴയ സിനിമ തിയേറ്റർ. ഇത് നേരെ പെരുമ്പാവൂരൊക്കെ പോകുന്ന വഴിയാ, കാലടി പെരുമ്പാവൂര്. നേരെ പോയപ്പോ പാറിലാട്ട് പെരിയാറിന് പാറിലാട്ടാ പോകുന്നത്. ഈ സൈഡിൽ കൂടെ പെരിയാർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നേരെ പോകുന്നത് അത് മരങ്ങളുടെ പ്രത്യേകത കണ്ടപ്പോൾ ഒരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. അത് ആറ്റുതീരമാണല്ലോ. പിന്നെ പ്രളയം വന്നപ്പോ പെരിയാർ ഇതിലെല്ലാം കയറി വന്നു. ഈ ഹൈറ്റിലൊക്കെ വന്ന് ഇവിടെ കിടക്കുന്നവർക്ക് ആറിന്റെ അടുത്തല്ലേ കിടക്കുന്നതെന്നൊരു പരാതി ഉള്ളത് കൊണ്ട് ആറ് ഇതിലേക്ക് കയറി വന്നിട്ട് പോയി. ആറ് കണ്ടില്ലെന്ന് വേണ്ട, അതിനെ സർക്കാർ സഹായിച്ചു. നിങ്ങളുടെ ഇവിടുത്തെ ഫ്ലാറ്റിന് അവിടെയൊക്കെ വെള്ളം വന്നില്ലേ? അറിയത്തില്ല, എറണാകുളത്ത് അങ്ങനെ ആയിരുന്നോ? നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? ഇല്ലില്ല. കാരണം അപ്പുറത്ത് ആ പച്ചാളത്തിനോട് താമസിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ് അവരുടെ വീടിന്റെ തിണ്ണ വരെ വെള്ളം കയറിയെന്ന് പറയും. എടപ്പള്ളിയിലൊക്കെ ഒത്തിരി ഡാമേജ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് കാണും, കാരണം തൊട്ടപ്പുറത്തല്ലേ കായൽ കിടക്കുന്നത്. വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴത്തേക്കും വെള്ളം തള്ളി വരുമല്ലോ. അതെ അതെ. ഒത്തിരി മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്. ചക്കയുടെ സമയം കഴിഞ്ഞതാണെന്നാണോ അതോ ആയില്ല? ആയില്ല. പക്ഷെ ഇത് വരുന്ന മറ്റേ വിയറ്റ്നാമിൽ മറ്റേ ഇതിനു വേണ്ടി തന്നെ കൃഷി ചെയ്യുന്ന ചക്കയില്ലേ, അതാ. ഓക്കെ ഓക്കെ, നമ്മൾ വാങ്ങിക്കാന്നേ, പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചു വന്നിരിക്കും. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിവിടെ ഇല്ലാന്നുകൊണ്ടാ രണ്ടിടത്ത് ഞാൻ കണ്ടതാ. അപ്പൊ ഞാൻ നിങ്ങളിവിടെ ഇല്ലാഞ്ഞോണ്ടാ വാങ്ങിക്കാൻ, അല്ലേ വാങ്ങിച്ചത്. ഇനിയിപ്പം വരുന്നുണ്ടോ ഇല്ലെന്ന് വിചാരിക്കണ്ട, മേടിച്ചു വെച്ചാൽ 10, 200, 500 കാര്യമല്ലേ ഉള്ളൂ നമുക്ക്. അല്ല, മേടിച്ച് പോയാ പോകട്ടെന്നോ കളയണ്ട, ലാസ്റ്റ് അറിയാമല്ലോ ഇത്ര ദിവസത്തിനകത്ത് കഴിയുമ്പോൾ തിന്നാ മതി, വന്നില്ലെങ്കിൽ തിന്നാ മതി. അതെ. മഞ്ജു ഫാക്ടറി അതിൻ്റെയാണോ? സ്വീറ്റ്സ് ആയിരിക്കും. ഇവിടെ തൊട്ടിന് പെരുമ്പാവൂർ വരെ മുസ്ലിംസിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളും അവരുടെ കേന്ദ്രമാണ്. അവിടെ ഒത്തിരി ഫാക്ടറികളും, ഈ പെരുമ്പാവൂരൊക്കെ ഫാക്ടറികളുടെ കേന്ദ്രമാണ്. ബിസിനസ് അവിടെ. ഈ ബംഗ്ലാദേശികളൊക്കെ കാണും ഇവിടെ അല്ലേ ഒത്തിരി. പെരുമ്പാവൂർ കണ്ടില്ലേ, ബായ് കോളനി എന്ന് പറയുന്ന കോളനി. അവിടെ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തി ചാക്കിനകത്ത് കഞ്ചാവ്. അവരെയൊക്കെ എത്ര പിടിച്ചതെന്ന് പറഞ്ഞാലും ആരും കിട്ടിയില്ല. എല്ലാവരും ഓരോ ഷേപ്പിൽ ഇറങ്ങി ഓടി. ഇതൊന്നും പേപ്പറുള്ള ആൾക്കാരല്ലോ സാറേ. അല്ല അല്ല, പകുതി ആൾക്കാരുടെ പേപ്പറില്ല. ബംഗ്ലാദേശി ഞാനല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അതെ അതെ. ബംഗ്ലാദേശികൾ കാണും, നേപ്പാളുകാർ കാണും, എല്ലാവരും മറ്റേ ബംഗാളി എന്നൊക്കെ പറയുന്നതുകൊണ്ട്. ത്രിപുര, ആസാം എല്ലാം ഉണ്ട് ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരാണ് ബംഗാളി എന്ന് വിളിക്കുന്നത്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ആൾക്കാരും ആ പേരിലങ്ങ് കയറി നിൽക്കുക. എല്ലാവരും ഒരുപോലെ ഇരുന്നവരായി സത്യത്തിൽ. അതില് മാന്തിയപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. നമ്മുടെ അവിടെ എറണാകുളത്ത് വരുന്ന എയർപോർട്ട് സീപോർട്ട് റോഡ് ഉണ്ടല്ലോ, ആ റോഡ് ഇതിലെ നേരെ വന്നിട്ട് എയർപോർട്ടിന് പുറകിലേക്ക് പോകാൻ വേണ്ടി റോഡ് ഇതിലേ വരുന്നത്. അപ്പൊ നമുക്ക് എയർപോർട്ടിലൊക്കെ പെട്ടെന്ന് ഈ ആലുവ വന്ന് ടച്ച് ചെയ്യാതെ അവിടെയൊക്കെ പണി തുടങ്ങി. ഇവിടെ ഒരു പാലവും പണി കഴിഞ്ഞു, പെരിയാറിന് പോവുക. പെരിയാറിന്റെ ഏറ്റവും വലിയ പാലം കൊടുക്കണമുണ്ട്. തിരിച്ചു വരുമ്പോ അതുവഴി കയറി പണിയാം. അതിപ്പോ മറ്റേ ബാക്കി അപ്രോച്ച് റോഡിന്റെ പണി തീരാത്തതുകൊണ്ട് ഇപ്പൊ മറ്റേ ടൂറിസ്റ്റുകൾ വന്ന് പാലത്തെ വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. ശരി. ഇവിടെ മാതള നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അതവിടെ അവിടെയുള്ള കടയിലുണ്ടല്ലോ. ഫാമിലി സൂപ്പർ മാർക്കറ്റ്, തോട്ടുമുഖം ആലുവ. പണ്ടുള്ള ആൾക്കാർ തോടാന്ന് ഓർത്തിരുന്നു, പെരിയാറാന്ന് പിന്നെ മനസ്സിലായത്. എന്താ അങ്ങനെ ഒരു സംഭവം?
കാലത്ത് പെരിയാറാവുന്ന ഇവിടെ കിടക്കുന്ന ആൾക്കാർ അറിയുന്നില്ലല്ലോ. പാത്രക്കട കണ്ടോ ചേച്ചി? ഐബെല്ലിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റാ. ഐബെല്ല് എന്ന് പറയുന്ന കമ്പനി ഇല്ലേ, അതിന്റെ തന്നെ സാധനങ്ങൾ എല്ലാ കൂട്ടമുണ്ട്. മേളിൽ 2-3 നിലകൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഹോൾസെയിൽ വിലയാ അത്. അവരുടെ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഐബെല്ലിന്റെ. ഇതെല്ലാം ആറ്റിലോട്ട് നോക്കി നിൽക്കുന്ന ഫ്ലാറ്റുകളാണ്. ഇതിനപ്പുറം 6. പക്ഷെ അതാ ഈ ബിൽഡിങ് റൗണ്ട് കൊടുത്തിരിക്കുന്നേ, വ്യൂ മാക്സിമം കൊടുക്കാൻ വേണ്ടി. വെള്ളം വന്നപ്പം പിന്നെ റൗണ്ടിൽ കൊടുക്കണ്ടായിരുന്നു തോന്നി കാണും. കാരണം ഈ സൈഡിലും വെള്ളം വരുന്നല്ലോ. ഇതാണ് മഹിളാലയം ബ്രിഡ്ജ്. ഞാൻ പറഞ്ഞ പെരിയാറിനുള്ള ഏറ്റവും വലിയ ബ്രിഡ്ജ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. എയർപോർട്ടിന്റെ നേരെ പുറകിലോട്ട് ഇല്ലോ അതിലെ പോയാല്. കാളാഞ്ചി, ചൂര, നെയ്മീനില്ല. എനിക്ക് തോന്നുന്നില്ല ഇനിയും തിരിച്ചങ്ങ് പോകുന്നു. പോകും ചേച്ചി. ഇവിടെ ഈ സിറ്റിയുടെ അതിന്റെ ആ ഒരു ഇതങ്ങ് പോകും. സിറ്റി നമുക്ക് ഇഷ്ടമല്ല. സിറ്റിയുടെ അതിന്റെ ആയിപ്പോയെന്ന് തോന്നുന്നു. ഇല്ലെന്ന്, എനിക്ക് സിറ്റി ഇഷ്ടമല്ല. എങ്ങനെയാലും ഈ പറമ്പിലെ മണ്ണിക്കൂടെ നടക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്, വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഡിഗ്രിക്ക് മലയാളം എടുത്ത് പഠിച്ചത് മണ്ണിൽ തന്നെ നിൽക്കാനാണ്. അതെ അതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി കിട്ടിയല്ലേ. ഇതാ സാറേ പാലം കണ്ടോ, പെരിയാറിന് കുറുകെയുള്ള പാലം. ഇറങ്ങുന്നുണ്ടോ? തിരിച്ചു വരുമ്പോൾ ഇതിലെ കയറി കാണാം. അത് ഉദ്ഘാടനം ആയില്ലല്ലേ? ഉദ്ഘാടനം വെച്ചാൽ അപ്രോച്ച് റോഡ് തീർന്നില്ല, പാലം പണി തീർന്നു കിടക്കും. അവര് പോകുന്നവര് എവിടെ ചെന്ന് ചാടും? അപ്പുറത്ത് ചെറിയ റോഡുണ്ട് സാറേ, ചെറിയ വീതി. നമുക്ക് എയർപോർട്ട് പറഞ്ഞിട്ട് അതിനെ പോകാം. വീതി കുറഞ്ഞ റോഡ്, കാറ് പോകും. ഈ ഒറ്റ സിംഗിൾ ലൈനേ ഉള്ളൂ. അത് എയർപോർട്ട് സീപോർട്ട് കൊണ്ട് അത്രയും വീതി പണ്ണ് പാലമൊക്കെ 2-3 വരിയായിട്ട് പണിതിട്ടിരിക്കുക. അതിന്റെ നേരെ കയറി വലത്തോട്ട് പോയാൽ കാലടി പോവാം. ഓക്കെ ഓക്കെ. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ദേശം സ്ഥലത്ത് അത്താണിക്കോട്ട് പോകുമ്പോൾ എന്ന് കയറാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്കമാലിയൊക്കെ പോകണം, അതിനെ പോയാൽ മതി. ആഞ്ഞിലിക്ക കിടക്കുന്നുണ്ടോ ശനി? ആഞ്ഞിലിച്ചക്ക അതിന്റെ സീസണായി വരുന്നേ ഉള്ളൂ. അതായത് കഴിഞ്ഞാൽ എറണാകുളം മൊത്തം അതൊക്കെ ഈ തോടിന്റെ തീരത്തുള്ളതാ ഈ ആഞ്ഞിലി മരമൊക്കെ. ആനിക്ക, നമ്മളൊക്കെ ആഞ്ഞിലി എന്ന് പറയും, ഇവിടെയുള്ള ആനിച്ചക്ക എന്ന് പറയും. ഓ ശരി. അപ്പൊ കട അവിടെ വിൽക്കാൻ 200-300 ഒക്കെ അവിടെ വെച്ചിരിക്കുന്നത്. ഇതായി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചുമ്മാ പറിച്ചിട്ടാ ഇത് പോകും. പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത് സൂക്ഷ്മമായിട്ട് പറിച്ചില്ലെങ്കിൽ താഴോട്ട് ടേസ്റ്റ് അറിയണമെങ്കിൽ അതിൽ നിന്ന് പറിച്ച് തിന്നണം. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആഞ്ഞിലിയെ കയറി നിന്ന് പറിച്ച് തിന്നിട്ട് വരും. അപാര ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്. ഞങ്ങളുടെ പുറം വീടിന്റെ മുട്ടപ്പഴം സാധനല്ലേ, അതൊന്നും ഇഷ്ടമല്ല. ഒരാഞ്ചിലി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആത്തച്ചക്ക ഇഷ്ടമാണ്. അതിന്റെ എല്ലാ കമ്പയിലും കയറാനും പറ്റുമായിരുന്നു. എല്ലാ ആത്തച്ചക്കയും കൈകൊണ്ട് പറിച്ചിടും. ചില മരങ്ങൾ കയറാൻ പറ്റാത്ത ആഞ്ഞിലിയുണ്ട്, വലിയ അതിഭയങ്കരമായ. അതെ അതെ. പക്ഷെ ചിലതുണ്ട് എല്ലാവർക്കും കയറാൻ പറ്റുന്ന ടൈപ്പും. അത് കാഭലും അതുപോലെ വീണാ കിട്ടിയല്ല, ചെതറിപ്പോവും. അതെ, പഴുത്ത സാധനം പറിച്ചെടുത്തില്ലെങ്കിൽ കിട്ടിയല്ല. അത് കാരണം ഈ മരത്തെ കയറാൻ അറിയാം.